അടുത്ത ചോദ്യം ഇതിനേക്കാളും വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ്. നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: നിന്റെ സ്ഥാനം. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ അത് പഠിക്കുമ്പോൾ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ നടത്തുന്ന പ്രാർത്ഥനകൾ, അതെല്ലാം കൂടെ ഒന്ന് വിലയിരുത്തുമ്പോൾ, നിന്റെ സ്ഥാനം ആൾക്കൂട്ടത്തിലാണോ അതോ ശിഷ്യഗണത്തിലാണോ? ഇത് ഞാൻ പറഞ്ഞു വരുമ്പോൾ കുറച്ചുകൂടെ വ്യക്തത വരും കേട്ടോ. നിന്റെ സ്ഥാനം ആൾക്കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ കൺവെൻഷൻ കൂടിയ വലിയ ആൾക്കൂട്ടങ്ങളുണ്ട് കേട്ടോ. ചില കൺവെൻഷനൊക്കെ 10,000, 20,000, 50,000, 1,00,000, 2,00,000 പേര്. അതിൻ്റെ എവിടെയോ പോയിരുന്നൊന്നു കൂടി. അങ്ങനെ കൺവെൻഷൻ കൂടിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് നമുക്ക് സാധിച്ചേക്കാം. പക്ഷെ നമുക്ക് ബോധ്യം, ഇംഗ്ലീഷിൽ പറയും കൺവിക്ഷൻ. കൺവിക്ഷൻ. ഞാൻ പ്രാർത്ഥിക്കുന്നത് കൺവിക്ഷനോടുകൂടിയാണോ? ഞാൻ ജീവിക്കുന്നത് കൺവിക്ഷനോടുകൂടിയാണോ? ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് കൺവിക്ഷനോടുകൂടിയാണോ? എനിക്കൊരു ബോധ്യം കർത്താവ് തന്നിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നു. മറ്റുള്ളവരെന്താന്നാ പറയട്ടെ. എനിക്ക് ദൈവം തന്ന ബോധ്യത്തിൻ്റെ പേരിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരെന്തും പറയട്ടെ. എനിക്ക് ദൈവം തന്ന ബോധ്യത്തിൻ്റെ പേരിൽ ഞാൻ സഹായങ്ങൾ എനിക്ക് പറ്റുന്നത് പോലെ ചെയ്യുന്നു. ബാക്കിയുള്ളവര് പേര് കിട്ടാനാണെന്നോ എന്തെങ്കിലും പറഞ്ഞൊക്കെ ആണേലും അവരെ കുറ്റപ്പെടുത്തണമെങ്കിൽ കുറ്റപ്പെടുത്തട്ടെ. ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, വർഷങ്ങളോളം ശുശ്രൂഷ ചെയ്തിട്ട് ആരോ എന്തോ ഒരു കമന്റ് പറഞ്ഞപ്പോഴേ മുഖം വാടി, ചിരിക്കാൻ പോലും പറ്റാതെ, ഒന്ന് പ്രാർത്ഥന തുടരാൻ പറ്റാതെ, ഒരു ബലി അർപ്പിക്കേണ്ടതുപോലെ അർപ്പിക്കാൻ പറ്റാതെ ഒതുങ്ങിപ്പോവുക, ചുങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ എന്തൊരു പരിതാപകരമായ അവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബോധ്യമുള്ള ദൈവമക്കളായി മാറുന്നെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വരുന്നില്ല. ആകപ്പാടെ നമുക്ക് കൺവെൻഷൻ കൂടിയ ഒരു പിൻബലം അത് മാത്രമേ ഉള്ളെങ്കിൽ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ സാധ്യമായെന്ന് വരില്ല. മത്തായി 28:19, മത്തായി 28:19 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പോയി എല്ലാ ജനതകളെയും. അപ്പൊ നമുക്ക് മാമോദീസ തന്ന അച്ഛന് ദൈവം കൊടുത്തിരുന്ന ഒരു നിർദ്ദേശമാണ്, മാമോദീസ കൊടുത്താൽ മാത്രം പോരാ, അവരെ ശിഷ്യപ്പെടുത്തുക. നമ്മള് മാമോദീസ മുങ്ങി അതിൻ്റെ കുളിരിൽ അങ്ങ് പോയാൽ പോരെന്ന്. ശിഷ്യത്വം, അതിലേക്ക് നമ്മുടെ ജീവിതത്തെ ഉയർത്തണം. ഇത് നമ്മുടെ കടമയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുക. എഫേസ്യസ് 4:14 മുതൽ ഞാനിവിടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ ദൈവം തന്നിരിക്കുന്ന ഒരു നിർദ്ദേശമാണ്, നിങ്ങൾ ശിശുക്കളാകരുത്. ശിശുക്കളായാൽ ആളുകളുടെ അഭിപ്രായം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കും. പ്രായം ചെന്ന ചിലരുടെ പല്ലാടും പോലെയാ ചിലരുടെ വിശ്വാസം. അങ്ങനെ ആകരുത്. മറിച്ച് നിങ്ങൾ സ്നേഹത്തിൽ വളരണം. അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ ശിരസായ ക്രിസ്തുവിലേക്ക് വളർന്നു നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന സകല കാര്യങ്ങളും ആ സ്നേഹത്തെ പ്രതി ചെയ്യാൻ പറ്റും. ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചവരെ പോലെ ചെയ്യാൻ പറ്റും. അതിന് നാം വളരണം. ഹെബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കുമ്പോഴും അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവവചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് വളരണം. ഇത് നമ്മുടെ ആവശ്യമാണ്. നമുക്കിനി ഈ കൺവിക്ഷൻ, ബോധ്യം ഉള്ളവരാകാൻ അതുണ്ടാകണം. ഉണ്ടായാൽ വലിയ നേട്ടമാണ്. ഉള്ളവരാകാൻ നമ്മൾ എന്ത് ചെയ്യണം? ഏതാനും വചനങ്ങൾ, പ്രധാനപ്പെട്ട ചില വചനഭാഗങ്ങൾ നമുക്കെടുക്കാം. യോഹന്നാൻ 8:31 മുതൽ, യോഹന്നാൻ 8:31 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ എൻ്റെ ശിഷ്യരാകും. ശിഷ്യത്വം ഏറ്റെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വചനത്തിൽ നിലനിൽക്കണം. ഈ വചനപ്രഘോഷണമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോയിട്ട് എൻ്റെതായ രീതിയിൽ ജീവിക്കാൻ എനിക്ക് എളുപ്പമാണ്. ഈ വചനപ്രഘോഷണം കേട്ടിട്ട് നിങ്ങൾ തിരിച്ചു പോയിട്ട്
നിങ്ങൾ നേരത്തെ ജീവിച്ചുകൊണ്ടിരുന്നത് പോലെ തന്നെ ജീവിച്ചു പോകാനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണ്. പക്ഷെ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിത്തീരേണ്ട അവസ്ഥയിലേക്ക് നമ്മളെ മാറ്റിയിട്ടില്ല എന്ന് സമ്മതിക്കേണ്ടി വരും. അതിന് പറഞ്ഞിരിക്കുകയാണ്, വചനം കേട്ടാ പോരാ, വചനത്തിൽ നിലനിൽക്കണം. വചനം കേട്ട് സത്യം അറിയണം, ആ സത്യത്തിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കണം. ഇതെല്ലാം വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ഗലാത്യർ 1:10 വായിച്ചാൽ കാണാൻ പറ്റും. ഗലാത്യർ 1:10. ഇനിയെങ്കിലും നമ്മൾ ഈ മനുഷ്യപ്രീതി തേടി പോകുന്നതിനേക്കാൾ ദൈവപ്രീതി, ദൈവത്തിന്റെ പ്രീതി. അതുകൊണ്ടാണ് ഗലാത്യർ 1:10 പൗലോസ് പറയുന്നുണ്ട്, ഞാനിപ്പോഴും മനുഷ്യപ്രീതി തേടി നടക്കുന്ന വ്യക്തിയായിരുന്നെങ്കിൽ കർത്താവിന്റെ ശുശ്രൂഷകൻ ആകില്ലായിരുന്നു. മനുഷ്യപ്രീതിയേക്കാൾ ദൈവപ്രീതി നമ്മൾ കാണുന്നുണ്ട്. ലൂക്കാ 3:21 മുതൽ വായിക്കുമ്പോൾ ദൈവപ്രീതി തേടിയ ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു. പിതാവായ ദൈവത്തിന്റെ പ്രീതി തേടിയവൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പിതാവായ ദൈവം വിളിച്ചു പറയുന്നത് അവിടെ നമുക്ക് കാണാൻ പറ്റും. 2 തീമോത്തി 6:16 മുതൽ വായിച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വചനഭാഗമാണ് കേട്ടോ. 2 തീമോത്തി 6:16 മുതൽ. ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, അച്ഛാ എൻ്റെ വീട്ടിൽ എനിക്ക് ഒരു സപ്പോർട്ടും ഇല്ല. ഭാര്യ പറയാണ്, ഞാൻ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും എനിക്കൊരു സപ്പോർട്ടും ഇല്ല. ഭർത്താവ് പറയാണ്, എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്, എൻ്റെ കുടുംബത്തെ ഒന്ന് പുഷ്ടിപ്പെടുത്തണമെന്നുണ്ട്, പക്ഷെ എനിക്കൊരു സപ്പോർട്ടും ഇല്ല. ഞാൻ എന്തെങ്കിലും പറയുമ്പോഴേ അതിനെ എതിർത്ത് ബാക്കിയുള്ളവർ പറയും. 2 തീമോത്തി 6:16 മുതൽ വായിക്കുമ്പോൾ പൗലോസിലെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ ആരും എന്നെ സപ്പോർട്ട് ചെയ്തില്ല. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒറ്റയാൾ പോലും ഇല്ലായിരുന്നു. അവരെല്ലാം എന്നെ എതിർക്കാനോ കളിയാക്കാനോ ഒക്കെയാണ് അവർ നോക്കിയത്. പക്ഷെ പൗലോസ് പറയാണ്, ഒരാൾ എൻ്റെ വശത്തുണ്ടായിരുന്നു. അതാണ് ആരാ? 2 തീമോത്തി 6:16 മുതൽ വായിച്ചു. 4 ഓക്കെ, 4:16 മുതൽ 4-ാം അധ്യായത്തിന്റെ 14 മുതൽ ഞാൻ പറഞ്ഞിരിക്കുകയാണ്, ഒരാൾ എൻ്റെ പക്ഷത്തുണ്ടായിരുന്നു. ആരാണത്? കർത്താവ് എൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. കർത്താവ് എൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. പറയുന്നുണ്ട്, ഈ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആരെ പേടിക്കണം? കർത്താവിനെ നോക്കി നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കാൻ നമുക്ക് പറ്റണം. പിന്നെ നമ്മൾ കാണുന്നുണ്ട്, ഇങ്ങനെ ശിഷ്യത്വം ഏറ്റെടുത്താൽ അവരുടെ പ്രതിഫലം ചെറുതാണോ? എനിക്ക് തോന്നുന്നു പലരും അതിലേക്കൊന്ന് എത്താൻ അവർ പരിശ്രമിക്കാത്തത് ഈ പ്രതിഫലത്തെ കുറിച്ച് അറിയാൻ മേലാത്തതുകൊണ്ട്. നിങ്ങൾ ആരുടെയെങ്കിലും അടുത്ത് ചെല്ലുമ്പോഴോ അവര് ഒരു 50 100 അല്ല 500 രൂപ കൈവച്ച് തരും പോലെ അല്ല ശിഷ്യരുടെ പ്രതിഫലം. എന്റെ പ്രിയപ്പെട്ടവരെ, അത് ശരിക്കും മനസ്സിലാക്കിയാൽ ലക്ഷങ്ങളോ കോടികളോ അതിൻ്റെ അടുത്ത് വരത്തില്ല. അതാണ് വചനം നമ്മെ പഠിപ്പിക്കുക. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 12:26. യോഹന്നാൻ 12:26. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കണം. ശിഷ്യരായിട്ട് വേണം ശുശ്രൂഷയ്ക്ക് ഇറങ്ങാൻ. ശിഷ്യത്വം ഏറ്റെടുത്തിട്ട് വേണം നമ്മൾ ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യാൻ. നമ്മളിൽ പലരും ശുശ്രൂഷകൾ ചെയ്യുന്നവരാണല്ലോ. ഒന്നിരുന്ന് ചിന്തിക്കുന്നല്ലോ കേട്ടോ, ഞാൻ ശിഷ്യനായിട്ടാണോ ശുശ്രൂഷ ചെയ്യുന്നത്, അതോ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് വരുത്താൻ വേണ്ടി ഞാനിങ്ങനെ ചെയ്ത് മുമ്പോട്ട് പോകുന്നു? എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കുന്നവനായി മാറണം. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, പ്രതിഫലം എന്താണ്? എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. ഇതിന് ലക്ഷങ്ങളുടെ വിലയാണോ? നിങ്ങളൊന്നിരുന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിതാവായ ദൈവത്തിന്റെ ബഹുമാനം. പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ ബഹുമാനിച്ചെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ യേശുവിന്റെ മനോഭാവത്തിൽ ജീവിക്കുന്നവരെ പിതാവ് ബഹുമാനിച്ചിരിക്കും. ഈ ബഹുമാനം ഇതിനേക്കാൾ വലുതായിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. നിങ്ങൾ മനോഹരമായൊരു കോമ്പിനേഷൻ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പസ്തോല പ്രവർത്തനം 13-ാം അധ്യായത്തിന്റെ 50 മുതൽ 52 വരെയുള്ള വചനഭാഗം. അപ്പസ്തോല പ്രവർത്തനങ്ങള് 13-ന്റെ 50, 51, 52.
അവിടെ നമ്മൾ കാണുകയാണ് പൗലോസിനും സീലാസിനും വലിയ സഹനത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. പക്ഷേ അവരുടെ മുഖം പാടിയില്ല. അവരാനന്ദത്തിൽ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. അതിന്റെ കാരണം എന്തായിരുന്നു? അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ശക്തമായി ജ്വലിച്ചിരുന്നു. സഹനം വരുമ്പോഴേ മുഖം വാടുന്നവര് ഓർത്തോണം, നമ്മുടെ ഉള്ളിൽ ആത്മാവുണ്ട്, അതിങ്ങനെ മാങ്ങാണ്ടി പോലെ ശോഷിച്ചിരിക്കുകയായിരിക്കും. അതിന് ജ്വലനമൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കേൾക്കുമ്പോഴേ മുഖം വാടും, മനസ്സിടിയും, മരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കും. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നെന്ന് വരും. ഇവിടെ നോക്കിയേ, ഇവിടെ നിസ്സാര കാര്യമല്ലോ ആയിരുന്നോ ഇവര് നേരിട്ടത്? അവർക്കെതിരെ മനസ്സിൽ പോലും അവർ വിചാരിക്കാത്ത പെണ്ണ് കേസ് ആരോപിച്ചു. അതിഭയങ്കരമായിട്ടുള്ള സഹനങ്ങൾ അവരുടെ മുമ്പിൽ വന്നു. പക്ഷെ അവര് മുഖം പാടിയില്ല, എതിർത്തൊന്നും സംസാരിച്ചില്ല, മരിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചില്ല, പ്രതികാരം വീട്ടുന്നതിനെ കുറിച്ച് അവർ ചിന്തിച്ചില്ല. അവരാ അവസ്ഥയിലും ആനന്ദിക്കുന്നത് കാണാൻ പറ്റും. കാരണം പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ അത്ര ശക്തമായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്ഥാനം ശിഷ്യരുടെ ഗണത്തിലാണോ എന്നുള്ളത് തിരിച്ചറിയുന്നതോടൊപ്പം മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മുടെ സ്ഥാനം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ആ സ്ഥാനത്തോട് ചേർന്ന് പോവുമോ? പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്ന ഏതാനും ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ്. യോഹന്നാൻ 19:25 കുരിശിൻ ചുവട്ടിലെ മറിയം. സഹനം വന്നപ്പോഴേ ഓടി ഏതെങ്കിലും പെരയ്ക്കകത്ത് കയറി ഒളിച്ചിരുന്ന വ്യക്തിയല്ല മറിയം. കുരിശിൻ ചുവട് വരെ ആ കുരിശും വഹിച്ചുകൊണ്ട് പോകുന്ന യേശുവിനെ അനുഗമിക്കുന്ന മറിയം. അങ്ങനെയുള്ളവര് ജീവിതത്തിൽ വരുന്ന അല്പസ്വല്പ സഹനങ്ങള് അതിന്റെ പേരിൽ എങ്ങോട്ടെങ്കിലും ഓടി മാറി ഒളിച്ചിരിക്കാൻ നോക്കത്തില്ല. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, മറിയത്തിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മറിയം ഒരു ചോദ്യം പോലും ദൈവത്തോട് ചോദിച്ചില്ല. എന്തുകൊണ്ട്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ കർത്താവേ എൻ്റെ മകൻ ഈ അവസ്ഥ വന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് പിതാവേ എൻ്റെ മടിയിൽ ഇങ്ങനെ എൻ്റെ മകൻ കിടക്കുന്നത് കാണേണ്ടി വന്നത്? മറിയം ചോദിച്ചില്ല. പ്രഭാഷകൻ 39:17 മുതൽ ഒന്ന് വായിക്കണം. പ്രഭാഷകൻ 39:17 മുതൽ അവിടെ നമ്മൾ കാണുകയാണ്, എന്തുകൊണ്ട് എന്ന് നിന്റെ സൃഷ്ടാവിനോട് നീ ചോദിക്കരുത്. യഥാകാലം അതിൻ്റെ അർത്ഥം ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ചോദ്യം നിർത്തിയിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ റെവലേഷൻ, വെളിപ്പെടുത്തലുകൾ കിട്ടും. മാത്രമല്ല ആ സഹനത്തെ അഭിമുഖീകരിച്ച് അതിൻ്റെ മേൽ വിജയം വരിക്കുവാൻ വേണ്ട അഭിഷേകം ദൈവം നമുക്ക് നൽകുന്നത് കാണാൻ പറ്റും. വീണ്ടും നമ്മൾ കാണുകയാണ്, മറിയം ഒരിക്കലും ഒരു പരാതി പരിഭവം പറഞ്ഞില്ല. പരാതി പരിഭവം പറഞ്ഞവർക്ക് കിട്ടിയത് അറിയണമെങ്കിൽ സംഖ്യയുടെ പുസ്തകം 11 സംഖ്യയുടെ പുസ്തകം 16 ഒന്ന് വായിച്ചാൽ മതി. മറിയത്തിന് കിട്ടിയത് അങ്ങനത്തെ ഒരു ശിക്ഷയല്ല. മറിയത്തിന് കിട്ടിയത് വലിയ സൗഭാഗ്യം. കാരണം ഇത്രയും വലിയ സഹനത്തിലൂടെ കടന്നു പോയപ്പോഴും ഒരു പരാതി അവൾ പറഞ്ഞില്ല എന്നുള്ളതാണ്. വീണ്ടും മറ്റൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും, മറിയം നിരാശപ്പെട്ടില്ല. ഇതിൻ്റെയൊക്കെ 100-1 വന്നാൽ ചിലപ്പം നിരാശയുടെ പടുകുഴിയിലേക്ക് വീണു പോകുന്ന ക്രിസ്ത്യാനികളെ നമ്മൾ കണ്ടെന്നു വരും. റോമാലേഖനം 5-ാം അധ്യായം 4-5 വചനങ്ങള് ഇടയ്ക്കൊക്കെ ഒന്ന് വായിച്ച് അത് ഹൃദയത്തിൽ അങ്ങ് ഉറപ്പിക്കണം. അല്ലാതെ എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോഴേ ആരുടെയെങ്കിലും അടുത്തേക്ക് ഓടി പ്രാർത്ഥിക്ക് എനിക്ക് ജീവിക്കണമെന്ന് പോലും തോന്നുന്നില്ല, ഞാൻ എങ്ങനെ ജീവിതത്തിൽ മുമ്പോട്ട് പോകും? എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ പറ്റണമെങ്കിൽ അതിന് മുമ്പ് തന്നെ നമ്മൾ ഈ വചനഭാഗം ഹൃദയത്തിൽ ഉറപ്പിച്ച് പ്രാർത്ഥിക്കണം. റോമ 5:4-5 വചനങ്ങൾ, കഷ്ടത സഹനശീലം തരും, സഹനശീലം ആത്മധൈര്യം തരും, ആത്മധൈര്യം പ്രത്യാശ തരും, പ്രത്യാശ നിന്നെ നിരാശനാക്കില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വീഴാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു കാര്യം, കഷ്ടതയുടെ നടുവിലും ദൈവത്തിങ്കിലേക്ക് നോക്കി നമ്മൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണം. അങ്ങനെയുള്ളവർക്ക് നിരാശ വരില്ല. അവസാനമായിട്ട് നമുക്ക് കാണാൻ പറ്റും, മറിയത്തിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മറിയം ദൈവഹിതത്തിന് വഴങ്ങിയ വ്യക്തിയാണ്. മറിയം പറഞ്ഞൊരു കാര്യമുണ്ട്, ലൂക്ക 1:38 വായിച്ചാൽ മതി.
ഫിയാത്ത് പറഞ്ഞാൽ ദൈവമേ അവിടുത്തെ ഹിതം പോലെ സംഭവിക്കട്ടെ. എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ പ്ലാൻ പദ്ധതിയല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. അതിന് ഞാൻ സമ്മതം മൂളുന്നു. എൻ്റെ ജീവിതം ഞാൻ അതിനായിട്ട് സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് വരാൻ സാധിച്ചാൽ നമ്മുടെ പ്രതിഫലം വളരെ വലുതായിരിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ മറ്റൊരു കാര്യം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ സ്ഥാനം ആൾക്കൂട്ടത്തിലാണോ എന്നുള്ളത് തിരിച്ചറിയും. അവിടെ ആകരുത്. ആണെങ്കിൽ അവിടുന്ന് മാറ്റി മറിയത്തിൻ്റെ കൂടെ ആക്കണം. അല്ലെങ്കിൽ നമ്മൾ മറ്റ് ശിഷ്യന്മാരുടെ ശിഷ്യത്വം സ്വീകരിച്ചവരുടെ ആ ഒരു ഗണത്തിലേക്ക് നമ്മളെ കൊണ്ടുവരണം. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, യേശുവിൻ്റെ ചുറ്റും വലിയ ആൾക്കൂട്ടം. എപ്പോഴായിരുന്നു? എവിടെയെല്ലാം ആയിരുന്നു? വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യെശുവിൻ്റെ ചുറ്റും ആളുകൾ ഇടിച്ചു നിന്ന സാഹചര്യങ്ങൾ. സിനഗോഗിൽ മർക്കോസ് 1:21, 3:1 ഇതെല്ലാം വായിച്ചാൽ സിനഗോഗിൽ വലിയ ആൾക്കൂട്ടം. കാരണം കർത്താവ് അവിടെ ഉണ്ടായിരുന്നു, അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്നു. അത്ഭുതം കാണാൻ വലിയ ആൾക്കൂട്ടം. ഭവനത്തിൽ നിങ്ങൾ മർക്കോസ് 1:29 വായിച്ചാൽ ശിമിയോന്റെ ഭവനത്തിൽ കർത്താവ് എത്തുന്നതും അവിടെ വലിയ ജനക്കൂട്ടമായിരുന്നു. കാരണം രോഗസൗഖ്യം പ്രതീക്ഷിച്ച് വന്നവര്. ലൂക്ക 5:17 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, തളർവാദ രോഗിക്ക് സൗഖ്യം ലഭിച്ചത് എവിടെയാ? ഒരു വീട്ടിലാണ്. ഭവനത്തിൽ, പല ഭവനങ്ങളിലും വലിയ ജനക്കൂട്ടം നമുക്ക് കാണാൻ പറ്റും കർത്താവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ. കടൽ തീരത്ത് വലിയ ജനക്കൂട്ടം. നിങ്ങൾ ലൂക്ക 5:1 മുതൽ വായിച്ചാൽ കാണാൻ പറ്റും. കടൽ തീരത്ത് കർത്താവ് അവിടെ നിന്ന് പഠിപ്പിക്കുന്നതും രോഗസൗഖ്യം കൊടുക്കുന്നതും ഇഷ്ടം പോലെ ആളുകൾ തിങ്ങിക്കൂടുമായിരുന്നു. വീണ്ടും നമ്മൾ കാണുകയാണ്, വിജനസ്ഥലത്ത് പോലും ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. സാധാരണ വിജനസ്ഥലം, നമ്മളൊരു മരുഭൂമി പോയി നോക്കി അവിടെ ആരും കാണില്ല. വിജനസ്ഥലങ്ങളിൽ ആരും കാണില്ല. പക്ഷെ വിജനസ്ഥലത്തേക്ക് യേശു പിന്മാറിയപ്പോൾ അവിടെ ആൾക്കൂട്ടം. അതാണ് മർക്കോസ് 6:32 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുക. മർക്കോസ് 6:32 മുതൽ. പ്രിയപ്പെട്ടവരെ, ആൾക്കൂട്ടം എല്ലാം വിട്ടുപോയ 2 സംഭവങ്ങളുണ്ട്. ആൾക്കൂട്ടം എല്ലാം കർത്താവിനെ വിട്ടുപോയി. ഏതൊക്കെയായിരുന്നു? ഒന്ന്, വിശുദ്ധ കുർബാനയെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ. യോഹന്നാൻ 6:60 മുതൽ ഒന്ന് വായിച്ചാൽ മതി. യോഹന്നാൻ 6:60 മുതൽ അവിടെ ജനം പറഞ്ഞൊരു കാര്യം, ഈ പഠനം ഇത് ഇച്ചിരി കട്ടിയ. ദിസ് ഈസ് എ ടഫ് ടീച്ചിങ്, ഹു ക്യാൻ ടേക്ക് ഇറ്റ്? പലരുടെയും പ്രാർത്ഥനയൊക്കെ നിലച്ചു പോകുന്നതിൻ്റെ കാരണം ഇങ്ങനെയാണ്. ഇച്ചിരി ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴേ, ഒയ്യോ ഇതെനിക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? അപ്പൊ ഞാൻ പിന്നെ ഇത്രയും നാൾ പ്രാർത്ഥിച്ച് എന്തിനു വേണ്ടിയായിരുന്നു? ഇങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയല്ലേ? ഇനി എന്നെ കിട്ടിയാലോ പ്രാർത്ഥിക്കാൻ, എന്നെ കിട്ടിയാലോ പള്ളിയിൽ പോവാൻ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ചില യാഥാർത്ഥ്യങ്ങൾ വരുമ്പോൾ, സഹനത്തിന്റെ വേളകൾ വരുമ്പോൾ ഇങ്ങനെ പ്രതികരിക്കുന്നവര് ഒരു ദൈവത്തെ സ്നേഹിക്കുന്നവരല്ല, ഉപയോഗിക്കാൻ നോക്കുന്നവരുടെ ഗണത്തിൽപ്പെടും. മറ്റൊരു രംഗം നമ്മൾ കാണുന്നുണ്ട്. കുരിശിന്റെ വഴി ചെല്ലുമ്പോൾ സാധാരണ പറയാറുള്ളത് അല്ലേ, കർത്താവിൻ്റെ പീഡാസഹന വേളയിൽ കുരിശുമരണത്തിന് സമയത്ത് കൂടെ നിന്ന് ഒരുപാട് പേര്, രോഗസൗഖ്യം പ്രാപിച്ച ഒരുപാട് പേര് കാണാനില്ല. അവിടെ ആ പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്നുണ്ട്, അവനെ ഇടത്തോട്ട് നോക്കി കാണാനില്ല, വലത്തോട്ട് നോക്കി അവിടെയും ആരുമില്ല. നേരത്തെ വന്ന് സൗഖ്യം പ്രാപിച്ച് അതുപോലെ തന്നെ അപ്പം തിന്ന് മീനും കഴിച്ച് പോയവരാണ്. ഇപ്പൊ ഇടത്തോട്ട് നോക്കിയിട്ടും വലത്തോട്ട് നോക്കിയിട്ടും ആരുമില്ല. ശരിക്കും ദൈവസ്നേഹികൾ എന്ന് പറയുന്നത് ഏതവസ്ഥയിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. എൻ്റെ വിശ്വാസത്തെ പ്രതി എൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നാലും വില കൊടുക്കേണ്ടി വന്നാലും ഞാനത് ചെയ്തിരിക്കും. ഇതിന് നല്ലൊരു ഉദാഹരണമാണ് 2 മക്കബായർ 7-ാം അധ്യായം. കൂടുതൽ വേണമെങ്കിൽ അതിൻ്റെ തൊട്ടു മുമ്പുള്ള 6-ാം അധ്യായം കൂടി വായിച്ചാൽ മതി. വിശ്വാസം വില കൊടുത്ത് ജീവിച്ച കുടുംബാംഗങ്ങൾ, വിശ്വാസം വില കൊടുത്ത് ജീവിച്ച എലയാസർ, ഇതൊക്കെയാണ് 6-ഉം 7-ഉം അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുക.
പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവരുടെ ഗണത്തിൽ നമ്മൾ പെടണം. അപ്പോൾ നമ്മൾ ദൈവത്തെ ഉപയോഗിക്കുന്നവരുടെ ഗണത്തിൽ നിന്ന് മാറി ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ഗണത്തിൽ പങ്കുചേരും.